CSCB സ്റ്റഡി മെറ്റീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില. ഇന്ന് ഞാൻ എത്തുന്നത് ഒരു ന്യൂമറിക്കൽ സ്കില്ലിൻ്റെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് അക്കൗണ്ടിങ് ക്ലാസ് കഴിഞ്ഞു. ആ അക്കൗണ്ടിങ് ക്ലാസ് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ന്യൂമറിക്കൽ ക്ലാസ് ഇടുമെന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ന്യൂമറിക്കലിൻ്റെ 2 ക്ലാസ് ഇട്ട് കഴിഞ്ഞു നമ്മൾ. അപ്പോൾ അത് 3ാമത്തെ ക്ലാസ്സായിട്ട് ഒരു ക്ലാസ് കൂടി ഇടാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രോബ്ലംസാണ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയുള്ള 5 ക്വസ്റ്റ്യൻസാണ് ന്യൂമറിക്കലിലുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി വർക്കൗട്ട് ചെയ്യുക ചെയ്യുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ലിങ്കിൽ കയറി ആ ന്യൂമറിക്കലിൻ്റെ ക്ലാസ് കൂടി ഒന്ന് കാണുക. അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മളിടും. തൊട്ടടുത്ത് തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുമായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സച്ച് ഡിജിറ്റ്സ് ആർ ദർ ഇൻ ദ നമ്പർ 4, 2, 5, 1, 9, 6, 7, 3, each of which is far away from the beginning in the number as when the digits are arranged in ascending order within the number. ഒന്നുകൂടി പറയാം. ഹൗ മെനി സച്ച് ഡിജിറ്റ്സ് ആർ ദർ ഇൻ ദ നമ്പർ, അതായത് ഈ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, എങ്ങനെയുള്ളത്? ഈച്ച് ഓഫ് വിച്ച് ഈസ് ഫാർ എവേ ഫ്രം ദ ബിഗിനിങ് ഇൻ ദ നമ്പർ ആസ് വെൻ ദ ഡിജിറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ വിത്തിൻ ദ നമ്പർ. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതായത് 4, 2, 5, 1, 9, 6, 7, 3 എന്നുള്ള കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സിൻ്റെ പൊസിഷനാണ് ചേഞ്ച് വരാതിരിക്കുന്നതെന്ന്, മാറ്റം വരാതെ എത്ര നമ്പേഴ്സ് അതുപോലെ നിൽക്കുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഹൗ മെനി സച്ച് ഡിജിറ്റ്സ് ആർ ദർ ഇൻ ദ നമ്പർ 4, 2, 5, 1, 9, 6, 7, 3, each of which is far away from the beginning in the number as when the digits are arranged in ascending order within the number. അപ്പോൾ നമുക്കതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ആ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. 4, 2, 5, 1, 9, 6, 7, 3 അല്ല, ഇതാണ് നമ്പർ. ഈ നമ്പർ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതേക്ക്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും? 1, 2 വരും, പിന്നെ ഇത് 3, then 4, 5, 6, then 7, പിന്നെ ലാസ്റ്റ് വൺ 9 അല്ലേ? അസെൻഡിങ് ഓർഡർ വരുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുമ്പോൾ ഇതാണ് ഓർഡർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a certain code, modern is written as 5%38# and win is written as 6 copyright. How is right written in that code? നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ട്, ഇനി സെർട്ടൻ ഒരു കോഡിൽ പ്രത്യേക തരത്തിലുള്ള സെർട്ടൻ കോഡിൽ മോഡേൺ MODERN എന്ന വേർഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 5%38# എന്നിങ്ങനെയായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വിൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിനെ കോഡ് ഉപയോഗിച്ച് 6 copyright എന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് റൈഡ് എന്ന വേർഡിനെ എങ്ങനെ ഇത്തരം കോഡ് ഭാഷയിലേക്ക് മാറ്റാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡേൺ ഒന്ന് എഴുതി നോക്കാം. മോഡേൺ എഴുതുമ്പോൾ എമ്മിൻ്റെ കോഡ് എന്താണ് ഇവിടെ?
5 കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓക്കെ പെർസെൻറ്റേജ് ആണ്, അതിൻ്റെ ഓടെ കോഡായിട്ട് കൊടുത്തിട്ടുള്ളത് പെർസെൻറ്റേജ് ആണ് അല്ലേ. അതുപോലെ ഇവിടെ ഡിയുടെ കോഡായിട്ട് 3 കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇക്ക് കോഡായിട്ട് 8 കൊടുത്തു. പിന്നെ ഇതാ ഹാഷ് കൊടുത്തിട്ടുണ്ട്. ദെൻ @ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു മോഡേണിൻ്റെ കോഡ് ഇതാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണു, ഒരെണ്ണത്തിൽ ഒരു വേർഡും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ, വിൻ. ഇതിൻ്റെ കോഡ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ വിന്നിൻ്റെ കോഡ് എങ്ങനെയായിരുന്നു, ഡബ്ല്യൂയുടെ കോഡ് 6 കോപ്പിറൈറ്റ് @ അപ്പോൾ നമ്മളിങ്ങനെ കോഡ് എഴുതി. ഇനി നമുക്ക് എന്താണ് തമ്മിലുള്ള റിലേഷൻ, എങ്ങനെയാണ് ഈ കോഡ് അറേഞ്ച് ചെയ്തതെന്ന് നോക്കാം. നമുക്ക് ആദ്യം പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിലും 2 വേർഡിലും കോമൺ ആയിട്ട് ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മോഡലിൽ N ഉണ്ട്, വിന്നിലും N ഉണ്ട്. അപ്പോൾ എന്നിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്നത് സെയിം ആണോ എന്ന് നോക്കാം. അപ്പോൾ എന്നിൻ്റെ കോഡ് ഇവിടെ @ കൊടുത്തിട്ടുള്ളത്, ഇവിടെ @ ആണ്. അപ്പോൾ സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ലെറ്ററിനെയും കൊടുത്തിട്ടുള്ള വേർഡ് എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ എന്നിന് നമ്മൾ കൊടുത്ത കോഡ് @ ആയിരുന്നു. ഈ വിന്നിന് സെക്കൻഡ് വേർഡിലും എന്നിന് സെയിം കോഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയില്ലേ. ഇപ്പോൾ നമ്മൾ കുറേ ലെറ്റേഴ്സിൻ്റെ ഒക്കെ കോഡ് കിട്ടി. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ വെച്ചുള്ള റൈഡിൻ്റെ കോഡ് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്കിതുപോലെ റൈഡ് ഒന്ന് എഴുതി നോക്കാം. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റർ R ആണ്. R ഇതിൽ ഏതിലെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ മോഡേണിൽ ഒരു R ഉണ്ട് അല്ലേ. ആറിൻ്റെ കോഡ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളായിരുന്നു, ആറിൻ്റെ കോഡ് ഹാഷ് എന്നാണ്. അപ്പോൾ നമുക്ക് ഹാഷ് ഫസ്റ്റ് എഴുതാം. പിന്നെ I ആണ്. ഇവിടെ ഏതെങ്കിലും വേർഡ്സിൽ I ഉണ്ടോ, ഉണ്ട്, വിന്നിലും I വരുന്നുണ്ട് അല്ലേ. ഐയുടെ കോഡ് എന്താ, കോപ്പിറൈറ്റ്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് എഴുതാം. പിന്നെ നെക്സ്റ്റ് D ആണ്. ഡിയുടെ കോഡ് ഇതാ എന്താണ്, 3 ആണ്. പിന്നെ E ആണ് നെക്സ്റ്റ്. ഇയുടെ കോഡ് എന്താണ്, 8 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത്, റൈഡിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഹാഷ് കോപ്പിറൈറ്റ് 3 and 8. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ്, മനസ്സിലായോ? ഓക്കെ, സിമ്പിളാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആദ്യം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതുപോലെ ആ 2 വേർഡ്സ് എഴുതുക. വേർഡ്സിൻ്റെ കോഡ്, അതിന് കോഡ് ഭാഷയിലുള്ള ആ ലെറ്റേഴ്സ് അതിൻ്റെ താഴെ തന്നെ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് സിമിലാരിറ്റി എന്താണെന്ന് മനസ്സിലായിരിക്കും. അപ്പോൾ സെയിം ലെറ്റർ ഉണ്ടോ നോക്കുക, സെയിം ലെറ്ററിൻ്റെ കോഡ് സെയിം ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള വേർഡിൻ്റെ കോഡ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി കം നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് നമ്പർ സീരീസ്. അതായത് താഴെ കൊടുത്തുള്ള നമ്പർ സീരീസിൽ ഈ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഭാഗത്ത് വരുന്ന സംഖ്യ ഏതാണെന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ അറേഞ്ച്മെൻറ്റ്സ്, നമ്പർ സീരീസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നോക്കാം. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നുള്ള ഏതെങ്കിലും സംഖ്യകളുണ്ടോ നോക്കാം. ഇതിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഈ 2 എന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. 2 വന്നിട്ട്, 3 വന്നിട്ട്, 4 വന്നിട്ട്, 5 അങ്ങനെ കുറേ ചിലത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തോ അറേഞ്ച്മെൻറ്റ്സിൽ എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം 2 വന്നു, നോക്കുമ്പോൾ ആദ്യം 2 വന്നു. പിന്നെ വീണ്ടും 2 വന്നിട്ട് 2 സംഖ്യ കൂടി റിപ്പീറ്റ്, 2, 3 വന്നു. 2, 3, 4 വന്നിട്ടുണ്ട്. പിന്നെയും 2 റിപ്പീറ്റ് ചെയ്ത് വന്നുള്ളത്. പിന്നെ 2, 3, 4, 5 വരെ വന്നിട്ട് വീണ്ടും 2 റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ 6 വരെ വന്നിട്ട് വീണ്ടും 2 റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 7 വരെ വന്നിട്ട് എന്തായി, പിന്നെ വീണ്ടും 2 റിപ്പീറ്റ് ചെയ്തു. പിന്നെ 8 വരെ വന്നു അല്ലേ. നമ്മളോട് ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗത്തെ വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ ആദ്യം ഒരു സംഖ്യയായിരുന്നു, പിന്നെ 2 സംഖ്യ റിപ്പീറ്റ് ചെയ്തു, പിന്നെ 3 സംഖ്യയായി, പിന്നെ 4 ആയി, പിന്നെ 5 സംഖ്യയായി, പിന്നെ 6 സംഖ്യയായി, പിന്നെ ഇവിടെ എത്രയായി, 7 സംഖ്യയായി അല്ലേ. അപ്പോൾ 8 വരെ വന്നു. അപ്പോൾ നെക്സ്റ്റിന് എന്തായിരിക്കും, 2 തന്നെയല്ലേ വരിക. സംശയമുണ്ടോ, മനസ്സിലായില്ലേ? അതായത് 2 വന്നു, പിന്നെ 2, 3 വന്നു, പിന്നെ 2, 3, 4 വന്നു, 2, 3, 4, 5 വന്നു, പിന്നെ 2, 3, 4, 5, 6 വന്നു, പിന്നെ 2, 3, 4, 5, 6, 7 വന്നു, പിന്നെ 2, 3, 4, 5, 6, 7, 8 വന്നു. then 2, 3, 4, 5, 6, 7, 9 ആയിരിക്കും നെക്സ്റ്റ് ഒരു സീരീസ്. അതിൽ ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത്
2 തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 2. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് തരും. ഈ അറേഞ്ച്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത ഒരു 5 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ഈ അറേഞ്ച്മെൻറ്റ്സിൽ നിന്നും കണ്ടെത്തണം. അതാണ് ഇൻ നെക്സ്റ്റ് മോഡൽ. 4ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതുമായി റിലേറ്റ് ചെയ്ത ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ ഈ അറേഞ്ച്മെൻറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഈ അറേഞ്ച്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സിമ്പിൾസ് ഇൻ ദ എബോ അറേഞ്ച്മെൻറ്റ്സ് ആർ ഡ്രോപ്പ്ഡ്, അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള അറേഞ്ച്മെൻറ്റിലെ സിമ്പിൾസ് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി, ഇതിലേതായിരിക്കും 17th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്, ലെഫ്റ്റ് എൻഡിൽ നിന്നും 17ാമത്തെ പൊസിഷനിൽ വരുന്നത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾസൊക്കെ ഒഴിവാക്കിയിട്ട് 17ാമത്തെ പൊസിഷൻ ലെഫ്റ്റ് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ഏതാ വരുന്നതെന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം സിമ്പിൾസ് ഒഴിവാക്കിയിട്ട് വീണ്ടും ഈ അറേഞ്ച്മെൻറ്റ്സിന് ഒന്നുകൂടി റീ അറേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. കാരണം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്നാൽ ടൈം അവിടെ വേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ കണ്ടീഷൻ എപ്പോഴും മനസ്സിൽ വെച്ച് നമ്മൾ നോക്കുക. അതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു ഇത് വരുമ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇതാണ് ലെഫ്റ്റ് എൻഡ്, ഇതാണ് റൈറ്റ് എൻഡ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കേ അറിയാം നമ്മൾ റൈറ്റ് സൈഡ് എവിടെ വെച്ചാൽ അവിടെ ആയിരിക്കും ആ അറേഞ്ച്മെൻറ്റ് റൈറ്റ് എൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ലെഫ്റ്റ് എൻഡ്, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് വരുന്നത് വെച്ചാൽ ആ ഒരു സൈഡായിരിക്കും ഈ അറേഞ്ച്മെൻറ്റ്സിനെയും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, 17ാമത്തെ പൊസിഷൻ കണ്ടെത്താം. അപ്പോൾ ഓർക്കുക, സിമ്പിൾസിലൊന്നും കണക്കിലെടുക്കരുത്. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് എൻഡ്, ഇവിടെ നിന്ന് 17ാമത്തെ പൊസിഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എണ്ണി തുടങ്ങാം. 1 2 3 4 5. പിന്നെ ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല, സിമ്പിളാണ്, അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ ഇത് 6 7, പിന്നെ ഇത് എടുക്കുമോ? ഇല്ല, സിമ്പിൾ ഒഴിവാക്കി. 8 9 10, പിന്നെ ഇത് 11 12 13 14 15 16, ഇത് എടുക്കുമോ? ഇല്ല, സിമ്പിളാണ്. പിന്നെ 17. അപ്പോൾ 17ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വന്നുള്ളത്? 9 വന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 9. അപ്പോൾ നമ്മളിവിടെ സിമ്പിൾസിനൊന്നും എടുക്കരുത്. സിമ്പിൾസ് എടുക്കാതെ 17ാമത്തെ പൊസിഷൻ, ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ഏതാണ് റൈറ്റ് ഹാൻഡ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് റീഅറേഞ്ച് ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. എന്നിട്ട് ഡയറക്റ്റായിട്ട് ആ കണ്ടീഷൻസ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക. ഇതിൽ ആകെ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എവിടെയാണോ അവിടെയായിരിക്കും അറേഞ്ച്മെൻറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ റൈറ്റ് ഹാൻഡ് എവിടെയാണോ അവിടെയായിരിക്കും നമ്മളുടെ അറേഞ്ച്മെൻറ്റിലെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് ഇത് ലെഫ്റ്റ് ഹാൻഡും ആയിരിക്കും, ഇവിടെ റൈറ്റ് ഹാൻഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അറേഞ്ച്മെൻറ്റ് റിലേറ്റ് ചെയ്തുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ, താഴെ പറയുന്ന ഏതാണ് 8th ടു ദ റൈറ്റ് ഓഫ് ദി 20th ഫ്രം ദ റൈറ്റ് എൻഡ് ഓഫ് ദി എബോ അറേഞ്ച്മെൻറ്റ്. അതായത് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ 20ാമത്തെ പൊസിഷനിൽ നിന്ന് 8ാമത്തെ പൊസിഷനിൽ ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. 20ാമത്തെ പൊസിഷനിൽ നിന്ന് 8ാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ അത് ഏത് ഡിജിറ്റാണ് വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ? ഇത് കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? ഇല്ല, നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ റൈറ്റ് എൻഡ്, ഈ എൻഡുകൾ എന്താ, ഇവിടെ രണ്ടും റൈറ്റ് എൻഡാണ് ചോദിച്ചുള്ളത്. 8th ഫ്രം ദ റൈറ്റ് എൻഡും 20th ഫ്രം ദ റൈറ്റ് എൻഡുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് സെയിം എൻഡുകളല്ലേ? അതായത് 20th റൈറ്റുമാണ്, 8th റൈറ്റുമാണ്. അപ്പോൾ ഇവിടെ സെയിം ആയതുകൊണ്ട് തന്നെ, എൻഡുകൾ സെയിം ആയതുകൊണ്ട് തന്നെ ഈ 20ൽ നിന്ന് 8 മൈനസ് ചെയ്യുക. അതായത് 20R മൈനസ് 8R എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 റൈറ്റ് എന്ന് കിട്ടും. 20R നിന്ന് 8R മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 12R എന്ന് കിട്ടും. അതായത് 12ാമത്തെ റൈറ്റ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട പൊസിഷൻ ഏതാണ്? 12th റൈറ്റ് പൊസിഷൻ കണ്ടെത്തിയാൽ മതി. ഇവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റിൻ്റെ പറയുമ്പോൾ ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് 12ാമത്തെ പൊസിഷൻ നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12. ആൻസർ എന്താണ്? ടി ആണ്. അതായത് 8 ടു ദ റൈറ്റ് ഓഫ് ദി 20th ഫ്രം ദ റൈറ്റ് എൻഡ് ഓഫ് ദി എബോ അറേഞ്ച്മെൻറ്റിൽ വരുന്ന ഏതാണ്? ടി ആണ് ആൻസർ. അതായത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിലെ 2 റൈറ്റ് എൻഡിൽ ഏതൊക്കെയാണ്? ഇപ്പോൾ ഇവിടെ 20th റൈറ്റും തന്നിട്ടുണ്ട്, 8 റൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 നമ്മൾ മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്ത് കിട്ടുന്ന പൊസിഷനിൽ
അതിൽ വരുന്ന അറേഞ്ച്മെൻറ്റ്, അപ്പോൾ അത് നോക്കുക, അത് എത്രയാണ് നോക്കുക. എന്നിട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റിൽ ആ ഒരു പൊസിഷനിൽ വരുന്ന ഡിജിറ്റോ നമ്പറോ സിമ്പിളോ ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടെ നമ്മൾ രണ്ടും 20th റൈറ്റിൻ്റെ 8 റൈറ്റ് ആയിരുന്നു. അപ്പോൾ 20th റൈറ്റ് മൈനസ് 8 റൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 12th റൈറ്റ് പൊസിഷൻ കിട്ടി. അപ്പോൾ ഈ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് ആൻസർ ചെയ്താൽ കിട്ടിയത്? നമുക്ക് ടി ആണ് കിട്ടിയത്. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ആദ്യം. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. ഇങ്ങനെ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്തിട്ട് ആ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ്സിൽ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മെനി സച്ച് കോൺസണൻറ്റ്സ് ആർ ദർ ഇൻ ദ എബോ അറേഞ്ച്മെൻറ്റ്സ്, each of which is immediately preceded by a number but not immediately followed by another consonant. അതായത് ഹൗ മെനി സച്ച് കോൺസണൻറ്റ്സ് ആർ ദർ. കോൺസണൻറ്റ്സ് പറയുമ്പോൾ അറിയാലോ, വ്യഞ്ജനാക്ഷരം. അതായത് നമ്മൾ ആൽഫബറ്റിൽ മൊത്തം 26 അക്ഷരമുണ്ട്. 26 അക്ഷരങ്ങൾ വരും. 26 അക്ഷരങ്ങളാണ് ആൽഫബറ്റിലുള്ളത് അല്ലേ. അപ്പോൾ ആ ആൽഫബറ്റിൽ വവൽസും ഉണ്ട്, പിന്നെ കോൺസണൻസും ഉണ്ട്. അതായത് മൊത്തം ആൽഫബറ്റ് നോക്കുമ്പോൾ ആൽഫബറ്റിൽ മൊത്തം 26 അക്ഷരങ്ങളുണ്ട്. അതിലെന്താണ് 5 വവൽസാണ് ഉള്ളത്. വവൽസ് അറിയാലോ, എ ഇ ഐ ഒ യു ആണ് വവൽസ്. ഈ വവൽസ് അല്ലാതെ ബാക്കി വരുന്ന 21 ആൽഫബറ്റിലെ ലെറ്റേഴ്സിന് പറയുന്ന പേരാണ് കോൺസണൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വവൽസ് അല്ലാതെ ബാക്കി വരുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എത്ര കോൺസണൻസ് ഈ അറേഞ്ച്മെൻറ്റ്സിലുണ്ട്, എങ്ങനെയാണ് കണ്ടീഷൻ? അറേഞ്ച്ഡ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ പറയുമ്പോൾ തൊട്ട് പുറകിൽ. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ള എത്ര കോൺസണൻസ് ഉണ്ട് നമ്മളുടെ ഈ അറേഞ്ച്മെൻറ്റിൽ. ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് പറഞ്ഞാൽ ഇങ്ങനെ, പ്രിസീഡഡ് ബൈ എ നമ്പർ. അതായത് പ്രിസീഡഡ് ബൈ എ നമ്പർ ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ അനദർ കോൺസണൻറ്റ്. അപ്പോൾ എന്താണ്, പക്ഷെ എന്താണ് ഇവിടെ കോൺസണൻസ് പാടില്ല, പകരം എന്താണ് പാടുള്ളൂ, നമ്പറോ സിമ്പലോ ആവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതായത് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം അതിലെ കണ്ടീഷൻസ് ഇതുപോലെ ഒന്ന് വരച്ചിടുക. അപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചോദിച്ചുള്ളത്, എത്ര കോൺസണൻസ് ഉണ്ടെന്നാണ് ചോദിച്ചുള്ളത് അറേഞ്ച്മെൻറ്റ്സിൽ. അത് എങ്ങനെയായിരിക്കണം? അത് പ്രിസീഡഡ് ബൈ പറഞ്ഞാൽ തൊട്ട് പുറകിൽ ഒരു നമ്പർ ആവണം. തൊട്ട് മുമ്പിൽ എന്ന് പറയുമ്പോൾ മറ്റൊരു കോൺസണൻസ് ആവരുത്, പകരം ഏതെങ്കിലും നമ്പറോ സിമ്പലോ ആവാം. അതാണ് നമ്മളുടെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ്സിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് എം ഒരു കോൺസണൻസ് ആണ്. പക്ഷേ എമ്മിൻ്റെ എന്താണ്, തൊട്ട് പുറകിൽ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ എമ്മിനെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് പിയുടെ തൊട്ട് പുറകിൽ നോക്കുമ്പോൾ എന്താണ്, ഒരു നമ്പറല്ലേ? അതെ. തൊട്ട് മുന്നിലോ കോൺസണൻസ് ആണോ? അല്ല, പകരം എന്താണ്, വവലാണ്. അപ്പോൾ നമുക്ക് ഈ പിയെ നമുക്ക് കണക്കിലെടുക്കാം. അപ്പോൾ പി ഈ അറേഞ്ച്മെൻറ്റിൽ കണക്കിലെടുക്കാം. പിന്നെ ഒരു കോൺസണൻസ് ആറാണ്. ആറിൻ്റെ തൊട്ട് പുറകിൽ നമ്പറാണോ? കണ്ടീഷനിൽ പറയുമ്പോൾ നമ്പറാണോ? അല്ല, അപ്പോൾ 6 എടുക്കാൻ പറ്റില്ല. പിന്നെ ഇ എടുക്കാൻ പറ്റില്ല. പിന്നെ ജെ ആണ്. ജെയുടെ തൊട്ട് പുറകിൽ നമ്പറാണോ? അല്ല, അപ്പോൾ ജെ എടുക്കാൻ പറ്റില്ല. പിന്നെയുള്ളൊരു കോൺസണൻസ് ഇതാണ്. അപ്പോൾ ഡിയുടെ തൊട്ട് പുറകിൽ സിമ്പിളാണ്, നമുക്ക് വേണ്ട നമ്പറാണ്, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. പിന്നെ എഫ് ആണ് വേണ്ടത്. എഫിൻ്റെ തൊട്ട് പുറകിൽ എന്താണ്, ഒരു കോൺസണൻസ് തന്നെയാണ്, അപ്പോൾ എഫും എടുക്കാൻ പറ്റില്ല. പിന്നെ 1 ഉണ്ട്, 1 പറ്റില്ല. പിന്നെ യു നോക്കാം. യു എന്താണ്, കോൺസണൻസ് ആണോ? അല്ല, അത് വവലാണ്, അപ്പോൾ യു എടുക്കാൻ പറ്റില്ല. പിന്നെ എച്ച് നോക്കുമ്പോൾ എച്ച് ഒരു കോൺസണൻസ് ആണ്. എച്ചിന് തൊട്ട് പുറകിൽ നമ്പർ ഉണ്ടോ? ഇല്ല. പിന്നെ ബിയുടെ തൊട്ട് പുറകിൽ എച്ച് ആണ്, നമ്പറാണോ? അല്ല, അപ്പോൾ അത് ബിയും എടുക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് ടി ആണ്. ടിയുടെ തൊട്ട് പുറകിൽ നമ്പർ വരുന്നുണ്ട്, അപ്പോൾ ആ കണ്ടീഷൻ കറക്റ്റായി. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, തൊട്ട് മുന്നിൽ ഒരു കോൺസണൻസ് വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ എന്താണ്, ഡബ്ല്യു ഒരു കോൺസണൻസ് അല്ലേ, അപ്പോൾ നമുക്ക് ഈ ടി എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഡബ്ല്യു എടുക്കാൻ പറ്റില്ല, കാരണം എന്താ, ഡബ്ല്യുടെ തൊട്ട് പുറകിൽ നമ്പർ വരുന്നില്ല. പിന്നെ ഐ എടുക്കാൻ പറ്റില്ല, കാരണം ഐ ഒരു വവലാണ്. പിന്നെ കെ ആണ്. കെയുടെ തൊട്ട് മുമ്പിൽ എന്താണ്, ഒരു നമ്പർ വന്നിട്ടുണ്ട്, 8 എന്ന് പറഞ്ഞ നമ്പർ വന്നിട്ടുണ്ട്. പക്ഷെ മുന്നിൽ എന്താണ്, ഒരു കോൺസണൻസ് തന്നെയല്ലേ വന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ പ്രകാരം നമ്പറോ സിമ്പലോ വവലോ ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, എന്നും എടുക്കാൻ പറ്റില്ല, കെയും എടുക്കാൻ പറ്റില്ല.
ഇവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ വി നോക്കിയെങ്കിൽ വിയുടെ തൊട്ട് പുറകിൽ എന്താണ് വന്നിട്ടുള്ളത്? ഒരു സിമ്പിളാണ്, അപ്പോൾ വി എടുക്കാൻ പറ്റില്ല. സെറ്റ് നോക്കുമെങ്കിൽ സെറ്റിന് തൊട്ട് പുറകിൽ ഒരു നമ്പർ വന്നിട്ടുണ്ട്, പക്ഷെ മുന്നിൽ എന്താണ്? കോൺസണൻസ് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ സെറ്റും എടുക്കാൻ പറ്റില്ല, ക്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ് ആകെ അറേഞ്ച്മെൻറ്റിൽ വരുന്നത്? പി മാത്രമാണ് അങ്ങനെ വരുന്നത്. അതായത് പിയുടെ തൊട്ട് പുറകിൽ ഒരു നമ്പറും വന്നിട്ടുണ്ട്, തൊട്ട് മുന്നിൽ എന്താണ്? കോൺസണൻസിലൊരു വവൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺസണൻസ്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? പി. അതെ, അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് പി മാത്രമാണ് ആൻസർ. ഓക്കെ, ഈ അറേഞ്ച്മെൻറ്റിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 of the following 5 are alike in a certain way based on their positions in the above arrangements and so form a group. Which is the one that doesn't belong to that group? നമ്മളോട് ചോദിച്ചില്ല എന്താ പറഞ്ഞിട്ടില്ല എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 of the following 5 are alike in certain, അതായത് താഴെ 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 5 ഓപ്ഷനിൽ ഏതോ ഒരു ഓപ്ഷൻ സർട്ടൻ വേ ബേസ്ഡ്, ഈ 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. പക്ഷെ അതിൽ ഒരു ഓപ്ഷൻ മാത്രം വ്യത്യസ്തമായ ഒരു രീതിയിൽ 4 എണ്ണത്തിൽ നിന്നും മറ്റ് 4 ഓപ്ഷനിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ പെടാത്ത അറേഞ്ച്മെൻറ്റ്സ് ഏതാണെന്ന് കണ്ടെത്തേണ്ടതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സെർട്ടൻ വേ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ അനുസരിച്ച്, അതായത് അറേഞ്ച്മെൻറ്റിലെ പൊസിഷൻ അനുസരിച്ചിട്ട് പ്രത്യേകം 5 ഗ്രൂപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ വിച്ച് വൺ ദാറ്റ് ഡസൻ ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ്. പക്ഷേ ഈ 5 ഗ്രൂപ്പിൽ ഒരെണ്ണം മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഏതാണെന്നാണ്, കൂട്ടത്തിൽ പെടാത്ത അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഓപ്ഷനിൽ മിഡിൽ ഭാഗത്തുള്ള സംഖ്യ, മിഡിൽ ഭാഗത്തുള്ളതിനെ വെച്ചിട്ട് വേണം ബാക്കി രണ്ടിൻ്റെ പൊസിഷൻ നോക്കാൻ വേണ്ടി. അതാണ് ഏറ്റവും ഈസി. മിഡിൽ ഭാഗത്ത് വന്നിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെ വെച്ചിട്ട് വേണം ബാക്കി രണ്ടെണ്ണത്തിൻ്റെ പൊസിഷൻ നോക്കാൻ. അപ്പോൾ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇവിടെ ഹാഷാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാഷിൻ്റെ ഏത് സൈഡിലാണ് ജെ വന്നിട്ടുള്ളത്? ഹാഷ് ഇവിടെ ഉണ്ട്. ഹാഷിൻ്റെ ഏത് സൈഡിലാണ് ജെ വരിക? റൈറ്റ് സൈഡിലല്ലേ? എത്രാമത്തെയാണ്? 1, 2. അതായത് ഹാഷിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് ജെ വന്നിട്ടുള്ളത്. പിന്നെ ഇതോ ഡോളർ എവിടെയാണ് ഹാഷിൻ്റെ വന്നിട്ടുള്ളത്? അതായത് റൈറ്റ് സൈഡിൽ തന്നെയാണ് ഉള്ള ഡോളർ വന്നിട്ടുള്ളത്. 1, 2, 3, 4. ഫോർത്ത് റൈറ്റിലാണ് എന്ത് വന്നിട്ടുള്ളത്? ഡോളർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. നെക്സ്റ്റ് ഓപ്ഷനിൽ ബി ആണ് നടുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബിയുടെ ഏത് ഭാഗത്താണ് 9 വരുന്നതെന്ന് നോക്കാം. ഇവിടെ ബി ആണ്. ബിയുടെയും റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് 9 വരുന്നത് അല്ലേ? അപ്പോൾ ബിയുടെ എത്രാമത്തെ റൈറ്റിലാണ്? 1, 2. സെക്കൻഡ് റൈറ്റിലാണ് 9 വരുന്നത്. ഇനി ബിയുടെ ഏത് ഭാഗത്താണ് ഡബ്ല്യു വരുന്നത്? റൈറ്റ് സൈഡ് തന്നെയാണ്. ഏത് പൊസിഷനിലാണ്? ബിയുടെ 1, 2, 3, 4. ഫോർത്ത് റൈറ്റിലാണ് എന്ത് വരുന്നത്? ഡബ്ല്യു ഇവിടെ വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇവിടെ ഈ രണ്ടാമത്തെ ഗ്രൂപ്പിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ഗ്രൂപ്പിൽ എം ആണ് നടുക്ക് വരുന്നത്. അപ്പോൾ എമ്മിൻ്റെ ഏത് ഭാഗത്താണ് പി വരുന്നത് നോക്കാം. എം ആണ് വന്നുള്ളത്. എമ്മിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് പി വരുന്നത്. എത്രാമത്തെ റൈറ്റിലാണ്? 1, 2. സെക്കൻഡ് റൈറ്റിലാണ് പി വന്നിട്ടുള്ളത്. ഇനി എമ്മിൻ്റെ ഏത് ഭാഗത്താണ് 3 വന്നിട്ടുള്ളത് നോക്കാം. എമ്മിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് 3 വന്നിട്ടുള്ളത്. എത്രാമത്തെ റൈറ്റിലാണ്? 1, 2, 3, 4. ഫോർത്ത് റൈറ്റിൽ തന്നെയാണ് 3 വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഗ്രൂപ്പിൽ നടുക്ക് വന്ന് കെ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ കെയുടെ ഏത് ഭാഗത്താണ് 6 വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കെ ഇവിടെ കെ വന്നിട്ടുണ്ട്. കെയുടെ റൈറ്റ് സൈഡിൽ തന്നെയാണ് 6 വന്നിട്ടുള്ളത്. അപ്പോൾ എത്രാമത്തെ റൈറ്റിലാണ്? 1, 2. സെക്കൻഡ് റൈറ്റിലാണ് 6 വന്നിട്ടുള്ളത്. പിന്നെ കെയുടെ ഏത് ഭാഗത്താണ് വി വന്നിട്ടുള്ളത്? റൈറ്റ് സൈഡിൽ തന്നെയാണ് അല്ലേ? എത്രാമത്തേലാണ്? 1, 2, 3, 4. ഫോർത്ത് റൈറ്റിൽ തന്നെയാണ് വി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, ഇനി മറ്റേ നോക്കേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പിൽ പെടാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ തന്നെയായിരിക്കും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരികയെങ്കിൽ ഒന്നുകൂടി നോക്കാം. ഇവിടെ നടുക്ക് ഡി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിയുടെ ഏത് ഭാഗത്താണ് 2 വരുന്നത് നോക്കാം. ഡി ഇതാണ്. ഡിയുടെ ഏത് ഭാഗത്തേക്കാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലേ? സെക്കൻഡ് ലെഫ്റ്റിലാണ്
സെക്കൻഡ് ലെഫ്റ്റിലാണ് 2 വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കൂട്ടത്തിൽ പെടാത്ത എന്താണ്, ഓപ്ഷൻ ഇ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഓക്കെ, ഈ അറേഞ്ച്മെൻറ്റ് റിലേറ്റ് ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദർ ഇൻ ദ എബോവ് അറേഞ്ച്മെൻറ്റ്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ കോൺസണൻറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ സിമ്പിൾ. അതായത് ഒന്നുകൂടി പറയാം, ഇത് ചോദിച്ചു ഹൗ മെനി സച്ച് നമ്പർ, ഇങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട് ഈ അറേഞ്ച്മെൻറ്റിൽ എന്നാണ് ചോദിച്ചുള്ളത്. എങ്ങനെയുള്ളത്, ആർ ദർ ഇൻ ദ എബോവ് അറേഞ്ച്മെൻറ്റ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എൻ കോൺസണൻറ്റ്. അതായത് തൊട്ട് പുറകിൽ എന്താണ്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ നമ്പറിന് എങ്ങനെ തൊട്ട് പുറകിൽ എന്താണ്, ഒരു കോൺസണൻ്റ് ആവണം. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ കോൺസണൻറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ സിമ്പിൾ. ഇവിടെ എന്തായിരിക്കണം, ഒരു സിമ്പിളും ആയിരിക്കണം. അങ്ങനത്തെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു നമ്പർ നോക്കാം, 4 നോക്കാം. അപ്പോൾ 4ൻ്റെ തൊട്ട് പുറകിൽ കോൺസണൻ്റ് ആണോ, അതെ. പിന്നെ തൊട്ട് മുന്നിൽ എന്താണ്, സിമ്പിളാണോ, അല്ല. അപ്പോൾ നമുക്ക് 4 എടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് 3 ആണ്. അപ്പോൾ 3യുടെ തൊട്ട് പുറകിൽ എന്താണ്, കോൺസണൻ്റ് ആണോ, അല്ല, എ ആണ്. എ എന്താണ്, ഒരു വവലാണ്. അപ്പോൾ നമുക്ക് 3 എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് 5 നോക്കാം. 5ന് തൊട്ട് പുറകിൽ എന്താണ്, കോൺസണൻ്റ് അല്ലേ, 6 അല്ലേ, അതെ. അപ്പോൾ ഇതിന് തൊട്ട് ഫോളോ ചെയ്യുന്ന എന്താണ്, ഒരു സിമ്പിളുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 5 എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് 2 ആണ്. 2ന് തൊട്ട് പുറകിലാണ് കോൺസണൻ്റ് അല്ലേ, അതെ. തൊട്ട് മുന്നിൽ എന്താണ്, ഒരു സിമ്പിളും അല്ലേ. അപ്പോൾ നമുക്ക് 2നെ എടുക്കാൻ പറ്റും. പിന്നെ ഉള്ള നമ്പർ ഏതാണ്, 9 ആണ്. 9ന് തൊട്ട് പുറകിൽ എന്താണ്, സിമ്പിളാണ്. അപ്പോൾ എടുക്കാൻ പറ്റുമോ, ഇല്ല. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട് അല്ലേ. 1ൻ്റെ തൊട്ട് പുറകിൽ എഫ് ആണ്. അപ്പോൾ അത് കോൺസണൻ്റ് ആണ്, പക്ഷേ അതിന് ഫോളോ ചെയ്യുന്നത് എന്താണ്, ഒരു സിമ്പിളല്ല. അപ്പോൾ 1 എടുക്കാൻ പറ്റില്ല. പിന്നെ 9 എടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്ന 8 ആണ്. 8ൻ്റെ തൊട്ട് പുറകിൽ എന്താണ്, ഒരു കോൺസണൻ്റ് ആണോ, അല്ല, അതൊരു വവലാണ്. അപ്പോൾ 8 എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് 6 ആണ്. 6 എടുക്കുമ്പോൾ 6ൻ്റെ തൊട്ട് പുറകിൽ എന്താണ്, ഒരു കോൺസണൻ്റ് ആണ് അല്ലേ, എൻ. തൊട്ട് ഫോളോ ചെയ്യുന്ന എന്താണ്, ഒരു സിമ്പിളുമാണ്. അപ്പോൾ നമുക്ക് ഇതും എടുക്കാൻ പറ്റും. പിന്നെ 7 നോക്കാം. 7ൻ്റെ തൊട്ട് പുറകിൽ ഒരു കോൺസണൻ്റ് ആണ്, പക്ഷേ ഫോളോ ചെയ്യുന്നത് സിമ്പിളല്ല. അപ്പോൾ 7 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വന്നു, 1 2 3, മൊത്തം 3 നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ഥിരമായിട്ട് ഈ മോഡൽ ഏജുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി ചോദിച്ചു കണ്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നൗ രവി ഈസ് 8 years ആൻഡ് രാഹുൽ ഈസ് 12 years ഓൾഡ്. ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വിൽ സം ഓഫ് ദെയർ ഏജസ് ബി 40? അതായത് ഇപ്പോൾ രവിയുടെ ഏജ് എന്ന് പറയുന്നത് 8 വയസ്സാണ്. രവിയുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 8 വയസ്സാണ്. ദെൻ രാഹുലിൻ്റെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 12 വയസ്സാണ്. നമ്മൾ ചോദിച്ചുള്ള ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വിൽ സം ഓഫ് ദെയർ ഏജസ് ബി 40? അതായത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ വയസ്സുകളുടെ ടോട്ടൽ, അവരുടെ വയസ്സുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 40 എന്ന എമൗണ്ട് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഇയർ, അതായത് ആഫ്റ്റർ എക്സ് ഇയേഴ്സ് ദെയർ ഏജസ് ദ സം ഓഫ് ദെയർ ഏജസ് വിൽ ബി 40 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആഫ്റ്റർ എക്സ് ഇയേഴ്സ് ദ സം ഓഫ് ദെയർ ഏജസ് വിൽ ബി 40 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് എക്സ് വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ വയസ്സ് 40 ആകുക എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ മോഡൽ എഴുതുമ്പോൾ രവിയുടെ വയസ്സ് 8 ആണ്. 8 + x + 12 + x ഈസ് ഈക്വൽ ടു 40 എന്ന് എഴുതാം. ദെൻ 8 + 12 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 20 + x + x ഈസ് ഈക്വൽ ടു 2x ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ദെൻ ഈ 20 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതായത് പ്ലസ് ഉള്ള 20 ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -20 ആയിരിക്കും. അതായത് 2x ഈസ് ഈക്വൽ ടു 40 - 20. അതായത് 2x ഈസ് ഈക്വൽ ടു 20, x ഈസ് ഈക്വൽ ടു 10. ഓക്കെ, x ഈക്വൽ 10 കിട്ടുക അറിയാലോ. ഇതിനെ ചെറുതാക്കുമ്പോൾ x ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. അതായത് 10 വർഷങ്ങൾക്ക് ശേഷമാണ് രവിയുടെയും രാഹുലിൻ്റെയും ഏജുകൾ തമ്മിൽ ടോട്ടൽ ചെയ്താൽ 40 എന്ന സംഖ്യ കിട്ടുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 5 മോഡൽ ക്വസ്റ്റ്യൻസാണ് ന്യൂമറിക്കൽ 5 മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അക്കൗണ്ടിങ്ങിന് ന്യൂമറിക്കലിന് ക്ലാസ്സുകൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഇടാം. അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിൽ ന്യൂമറിക്കലിൻ്റെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഇത് മനസ്സിലായി വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.